ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ABCD എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യം നിംബസ് 2000 ആയിരുന്നു. ഞാൻ പക്ഷേ അത് മാറ്റിയിട്ടുണ്ട്, പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ABCD എന്നാണ്. എനിബഡി ക്യാൻ ഡു എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തികച്ചും ഒരു വ്യത്യസ്തമായൊരു കാര്യമാണ്. എല്ലാവരും ആഗ്രഹമാണ് മനസ്സിൽ, പലർക്കും പല ബിടെക് സ്റ്റുഡൻസിനായാലും എല്ലാവരും മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും ഒരു പൈലറ്റ് അല്ലെങ്കിൽ ഒരു RC അതിനോടൊക്കെ ഒരു ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ് ഒരു ഡ്രോൺ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഡ്രോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യമാണ് അതിൻ്റെ മൈക്രോ കൺട്രോളർ അഥവാ അതിൻ്റെ ബ്രെയിൻ. സോ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ബ്രെയിനിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ DJI NASA M LITE. ഈ ഒരു ഫ്ലൈറ്റ് കൺട്രോളിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഫ്ലൈറ്റ് കൺട്രോളറിൽ എന്തൊക്കെ വരും, അതെങ്ങനെയൊക്കെ കണക്ട് ചെയ്യാമെന്നുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ സംഭവം ഇതെല്ലാം ഫിക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എൻ്റെ ഒരു 4-5 വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പഠിക്കുന്ന, അതായത് ബിടെക് പഠിക്കുന്ന കാലത്ത് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്കൊരു ഡ്രോൺ ബിൽഡ് ചെയ്യണം, സ്വന്തമായി തന്നെ ഉണ്ടാക്കണം, റെഡിമെയ്ഡ് വാങ്ങിക്കാതെ തന്നെ. അപ്പോൾ ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ബോക്സിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് GPS ഇൻക്ലൂഡഡ് ആണ്. കണ്ടോ, ഒരു നാസയുടെ തന്നെ ഒരു GPS ഉണ്ട്. ഈ പോയിന്റ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇപ്പോൾ അൺബോക്സിംഗ് ആണ് ഞാനിപ്പോൾ കാണിക്കുക. എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഒരു GPS ഉണ്ട്, പിന്നെ ഒരു LED, അതായത് നമുക്കിത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഈ USB പോർട്ട് വഴിയാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ട കാര്യമുണ്ട്. അത് ക്ലിയർ ആവുന്നില്ലേ? യെസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും GPS ഉണ്ട്, ഒരു LED ഉണ്ട്, പ്ലസ് ഇതാണ് അതിൻ്റെ മെയിൻ സാധനം, മൈക്രോ കൺട്രോളർ മൾട്ടി റോട്ടർ NASA DJI. ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ ഇതും വരുന്നുണ്ട്. കൂടെ ഒരു വെർസറ്റൈൽ യൂണിറ്റ്, ഒരു പവർ മൊഡ്യൂളും കൂടിയുണ്ട്. ഇത് നമുക്ക് 2S മുതൽ 6S ബാറ്ററി വരെ നമുക്ക് ഉപയോഗിക്കാം. 2S 6S എന്നൊക്കെ പറയണത് സെല്ലുകളാണ്. 2S എന്ന് പറഞ്ഞാൽ 2 സെൽ, 6S എന്ന് പറഞ്ഞാൽ 6 സെൽസ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 3S ലിപ്പോ ബാറ്ററിയാണ്. അപ്പോൾ ഇത്രയും 1, 2, 3, 4 ഇതാണ് അതിൻ്റെ മെയിൻ സംഭവങ്ങൾ വരുന്നത്. പിന്നെ അതിൻ്റെ കണക്റ്റിംഗ് വയേഴ്സ് വരും. ഇത് റിസീവറാണ്, റിമോട്ടിൻ്റെ ഇതിലേക്ക് കൊടുക്കാനുള്ളത്. ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഈ ഒരു മൈക്രോ കൺട്രോളർ പ്ലസ് ഒരു യൂണിറ്റ്, പവർ യൂണിറ്റ്, ദെൻ നമുക്ക് വരുന്നതൊരു GPS ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു LED, ഒരു നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ളത് ഒരു റിമോട്ട് LED കൂടിയാണ്. ഇത്രയും സാധനങ്ങളാണ് DJI NASA M LITE എന്ന് പറയുന്ന ഫ്ലൈറ്റ് കൺട്രോളർ കോംബോ കിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എന്തൊക്കെ ഫങ്ഷൻസ് ഇതിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് റിട്ടേൺ ടു ഹോം ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല സ്റ്റെബിലിറ്റി തരും നമുക്ക്. ഇതിൻ്റെ ഫ്ലൈറ്റിൽ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സ്റ്റെബിലിറ്റിയാണ്. GPS യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് GPS ഹോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ആറ്റിറ്റ്യൂഡ് മോഡുണ്ട്, മാനുവൽ മോഡുണ്ട്. ഇത് ജസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പറയുന്നത് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളൊരു അൺബോക്സിങ് മാത്രമാണ്. ഞാൻ ഡ്രോൺ മേക്ക് ചെയ്യുന്ന ഫുൾ വീഡിയോ ഞാൻ ഇടും. ഓക്കെ, നിങ്ങളെന്ത് തീർച്ചയായിട്ടും ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഞാൻ ഓൾറെഡി ടെസ്റ്റഡ് ആണ്, ഞാൻ ടെസ്റ്റഡ് ഓക്കെ ആണ്. ഈ ഒരു കൺട്രോളർ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഡ്രോൺ ഒന്നുകൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെ ഇത് പ്രോഗ്രാം ചെയ്യാം, എന്തൊക്കെ ചെയ്യേണ്ടത്. ഇതിൽ പിന്നെ അത് നിങ്ങൾക്ക് കാണാം, M1 M2 എന്ന് പറയുന്ന കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമുക്കിതിൽ 6 മോട്ടർ വരെ സപ്പോർട്ട് ചെയ്യും. അതായത് ഹെക്സാകോപ്റ്റർ വരെ നമുക്ക് ഇതിൽ സപ്പോർട്ടബിൾ ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് M1 M2 M3 M4 M5. പിന്നെ F1 F2 എന്ന് പറയുന്നത് അത് മറ്റേ ഗിംബലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്, നമുക്കിതിൽ ഗിംബൽ യൂസ് ചെയ്യാം, നമുക്ക് ക്യാമറ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ടെലിമെട്രിയുടെ കാര്യത്തിൽ ഞാൻ അത്ര ഷുവറല്ല, ഞാനത് സെർച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം.
പിന്നെ ഇതിലങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ത്രോട്ടിൽ എയർലോൺ എൽവോൺ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിതിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു DJI NASA M Lite എന്ന് പറയുന്ന ഫ്ലൈറ്റ് കൺട്രോളറിൽ ബേസിക്കായിട്ട് ഉള്ളത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു. സംഭവം ഇത്തിരി കോസ്റ്റ്ലിയാണ് കേട്ടോ, അത്ര പെട്ടെന്നൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റിയ സാധനമല്ല. എങ്കിലും വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് ഫ്ലൈറ്റ് കൺട്രോളർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം DJI എന്ന് പറയുന്നത് ഒരു ചൈനീസ് കമ്പനി തന്നെയാണ്. എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും DJIയുടെ ഡ്രോൺ ഇപ്പം നിലവിലുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ ഡ്രോൺസ് അവർ ഇറക്കുന്നുണ്ട്. ഇൻസ്പയർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, അമേസിങ് സ്റ്റെബിലിറ്റിയും അമേസിങ് ഫങ്ഷൻസും ഒക്കെയാണ് അതിലുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. DJI NASA M Lite എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് കൺട്രോളർ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഡ്രോൺ മേക്കിംഗ് അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ DJI NASA M Lite എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് കൺട്രോളർ. അപ്പോൾ നമ്മളതിൽ 2-3-4 ഐറ്റംസ് പരിചയപ്പെട്ടു. ഒന്ന് GPS ഉണ്ട്, അതിൻ്റെ പിന്നെ വെർസറ്റൈൽ, അതായത് പവർ മൊഡ്യൂൾ യൂണിറ്റ് ഉണ്ട്, പവർ സപ്ലൈ യൂണിറ്റ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളറിലേക്ക് ഒരു 5 വോൾട്ട് ഇൻപുട്ട് വിത്ത് 3 ആംപേഴ്സ് അത് കൊടുക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, എത്ര വോൾട്ടാണ് ബാറ്ററിയിൽ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സെൻസറും കൂടി അതിലുണ്ട്. പിന്നെ 3 മെയിൻ കൺട്രോളർ അഥവാ മൈക്രോ കൺട്രോളർ, മെയിൻ കൺട്രോളർ എന്ന് പറയുന്നത്. അതിലാണ് നമ്മളെല്ലാ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ. പിന്നെ വരുന്നതാണ് നമുക്ക് GPS ആണ് നമുക്ക് ഈ ഫ്ലൈറ്റിനെ മോസ്റ്റ് സ്റ്റേബിളായിട്ട് പറപ്പിക്കാൻ സഹായിക്കുന്നത്. ആ GPS നമുക്ക് ഏകദേശം ഒരു 5-6 സാറ്റലൈറ്റ് ആയിട്ട് ലിങ്ക് ആക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു സ്റ്റേബിൾ ഫ്ലൈറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ ഡ്രോൺ ഇപ്പോൾ കാണാൻ ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ എന്താ പറയുക, ഫാൻഡം 1, 2, 3 അങ്ങനെ പാട്ട്, ഫാൻഡം 3, 4 എന്ന് പറഞ്ഞിട്ട് ഡ്രോൺസ് ഒക്കെ ഉണ്ട്. ലക്ഷക്കണക്കിന് വില വരുന്നതാണ്. സെയിം കൺട്രോളറാണ് അതിലുള്ളത്, സെയിം പ്രോഗ്രാമിങ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ ഫ്ലൈറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഫ്ലൈറ്റ് കൺട്രോളർ ഉപയോഗിച്ചാൽ മതി. അതായത് ടോപ്പ് 5-ൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് DJI NASA M Lite. എനിക്ക് അറിഞ്ഞുകൂടാ മലയാളത്തിൽ ഇത് എത്ര പേര് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒരു പക്ഷെ തോന്നുന്നു ഞാനാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. എങ്കിലും നോ പ്രോബ്ലം, അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇത് വെച്ചിട്ട് ഡ്രോൺ എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാം, ഡ്രോൺ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര ത്രസ്റ്റ് പവർ, ഇൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ ഹോം. ബൈ ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒന്നും കൂടി, ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ ഗൈസ്, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ഗോഡ് ബ്ലെസ് യു, ബൈ.